വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നും കളിക്കാൻ പോകുന്നത് ദി ബേബി ഇൻ യെല്ലോ ആണ്. അപ്പോൾ ഇതിൻ്റെ ആക്ട് 2 ആണ് നമ്മൾ കളിക്കുന്നത്. ഇതിൻ്റെ ആക്ട് 1 നമ്മൾ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുടെ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ ഇതിൻ്റെ ആക്ട് 2 ആണ് കളിക്കുന്നത്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. ഇതിലും ഫോൺ അടിക്കുന്നുണ്ട്. എല്ലാത്തിലും ഫോൺ അടിക്കില്ലെന്ന് തോന്നുന്നു. ഓക്കെ, എപ്പോൾ ലിഫ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ആക്ട് 2 ആണ്. കുറച്ച് ടഫാണെന്ന് പറയുന്നത്. നോക്കട്ടെ. ഓ, മൈ സംസാരിച്ച് ലിഫ്റ്റ് തുറക്കുന്നില്ലല്ലോ. ഒരു വൈറ്റ് റാബിറ്റ് ഉണ്ടാവല്ലോ, അതില്ല തോന്നുന്നു. പുറത്തായിരിക്കും ഉണ്ടാവുക. അത് തുറക്കട്ടെ. ഗൈസ്, ലിഫ്റ്റൊക്കെ തുറന്നിട്ടുണ്ട്. ഓ, ഇത് അതേ സ്ഥലം തന്നെയല്ലേ. ഓക്കെ, നമുക്കൊന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകാം. ഇവിടുത്തെ വാൾപേപ്പറൊക്കെ ഫുള്ള് നാറിയുണ്ട്. ബേബി ചളിയൊക്കെ അടിച്ചെന്ന് തോന്നുന്നില്ല. പക്ഷേ ബേബി ഒന്നുമില്ല. അവിടെ എന്തോ ഭൂകമ്പം കഴിഞ്ഞ പോലുണ്ട്. ഫുള്ള് കച്ചറിയാണ്, അടിച്ചു പറ്റി ഒന്നുമില്ല. ഓക്കെ, ബേബിൻ്റെ ഷെഡ് ഇവിടെ ഇപ്പോൾ ഉണ്ട്. പക്ഷേ ബേബി ഇല്ല കേട്ടോ. നമുക്കെന്തെങ്കിലും ചെയ്യണം കേട്ടോ. ഇവിടെ വേർ ഈസ് ബേബി എന്ന് ഇവിടെ കൊടുക്കുന്നുണ്ട്. ബേബി എടുത്തു എന്നോട് അയക്കുന്നത്. ബേബിയുടെ ഇടയിൽ കൊണ്ട് വെച്ചിട്ട് ബേബി എടുത്തു വേണ്ടി. ഗായ്സ്, ഇവിടെ ക്വസ്റ്റ്യൻ കാണിക്കുന്നത് ബേബി എടുത്തു. ഗായ്സ്, ഇവിടെ നിന്ന് നമ്മൾ എൻഡ് ചെയ്തു കേട്ടോ. കഴിഞ്ഞ വട്ട് ഓക്കെ, അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ബേബി ഇതാ ഈ കാറുന്നു ഡോറ് കൂട്ടിക്കളഞ്ഞു ഗൈസ്. സീനാണ്, അതാണ് പറഞ്ഞത്. ഇവനെ കൊണ്ട് വല്ലാത്ത ഇടങ്ങാറാണ്, ചെറിയ ഇടങ്ങാറൊന്നുമില്ല. നമുക്ക് വൈറ്റ് റാബിറ്റിനെ ഫോളോ ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, ലിഫ്റ്റിൻ്റെ ഒച്ച വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ലിഫ്റ്റിൽ കയറാം. ഇത് റാബിറ്റ് നന്നാക്കി തോന്നുന്നു. ലിഫ്റ്റ് നമുക്ക് പൂട്ടാം. ഓക്കെ ഓക്കെ, ലിഫ്റ്റ് ഇതായി. ഓക്കെ ഗൈസ്, അങ്ങനെ ഇത് കഴിഞ്ഞ് നമുക്ക് ലോഡാക്കി പോവാം. പിന്നെ ലിഫ്റ്റ് കയറാം നമ്മൾ. അതായത് നമുക്ക് നേരെ ലിഫ്റ്റ് കയറാം. ലിഫ്റ്റ് തുറക്കാം. ഇപ്പോൾ ഒന്നും തുറയുകയില്ല, ലിഫ്റ്റ് തുറന്നിട്ട് കാണാം കേട്ടോ. ഗൈസ്, ലിഫ്റ്റ് പോകുമ്പം പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ആട്ടെ. ഗൈസ്, ലിഫ്റ്റ് മൊത്തം കുലുങ്ങിയിരുന്നു കേട്ടോ. എന്താണ് ലോറി ഇത്രേ തോന്നുള്ളൂ. ഓക്കെ ഗൈസ്, റാബിറ്റിന് പിന്നെയും ജീവൻ വന്നിട്ടുണ്ട്. റാബിറ്റ് ഓടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഫോളോ ചെയ്ത് പോവാം. നമ്മൾ റാബിറ്റാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പം റാബിറ്റേ എന്നെ കൂട്ടിയിട്ട് പോകാം. റാബിറ്റേ ഗൈസ്, നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ട് കാണാം കേട്ടോ. അല്ലെങ്കിൽ വെറുതെ ടൈം വേസ്റ്റ് ആവും. കേസ് ഇങ്ങോട്ട് പോകാം നമുക്ക്. ഗൈസ്, ആ ഡോറ് പൂട്ടി കാണാം കേട്ടോ. അത് ബേബിൻ്റെ പണിയിരിക്കും. തോന്നിനി ഇതിലെന്താണ്ടാ ചെയ്യാൻ എനിക്ക് അറിയാം കേട്ടോ. അതുകൊണ്ട് വേഗം തന്നെ ചെയ്യാം. നമുക്ക് ഈ ഗെയിം ഞാൻ മുന്നേ കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അറിയാം എന്താ ചെയ്യേണ്ടത്. നമുക്ക് ഇതിനെ കുറച്ച് പീസ് കണ്ടുപിടിക്കണം. പിയാനോൻ്റെ. ഓക്കെ, അതെന്തോ പൊട്ടിച്ചാടാ എന്തെങ്കിലും ആട്ടെ. അതിപ്പോൾ നമ്മളിപ്പോൾ അതല്ല പീസ്, അതെന്തോ വരണിട്ടാണ് ബേബി. ഓക്കെ, വേറെ പീസ് ഇവിടെ ഉണ്ടായിരുന്നുണ്ട്. ഒന്നും ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതും വേണം നമുക്ക്. കട എല്ലാം വെച്ചിട്ട് വേണം കേട്ടോ. പൈസ നമ്മൾ 3 വെച്ചിട്ട് നമുക്ക് കുത്തിനിട്ട് പ്ലേ ചെയ്യാം. ഓക്കെ, അങ്ങനെ ബേബി ഇവിടെ വരും. ഗൈസ്, ബേബി വന്നു കേട്ടോ. നമുക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, നല്ല മ്യൂസിക് കേട്ടോ. നല്ല രസമുണ്ട് കേൾക്കാൻ. ബേബിയുടെ കുത്തിനിട്ട് നോക്കുന്നുണ്ട്. ബേബി തെറിച്ചു. ബേബി തെറിച്ച് താഴെ വീണിട്ടുണ്ട്. ഈ സ്വിച്ച് ഞെക്കിയാൽ നമുക്ക് പോകട്ടോ. സ്വിച്ച് ഞെക്കൂ. അപ്പോൾ വേഗം സ്വിച്ച് ഞെക്കുന്നുണ്ട്. നമുക്ക് വേഗത്തോട്ടേക്ക് പോകാം. അകത്തെത്തിയിട്ട് കാണാം കേട്ടോ. പക്ഷേ നമ്മളുടെ ഇവിടെ പലകയൊക്കെ അടിച്ചിട്ടുണ്ട്. ഈ ഗെയിം മാറിയാണ് കേട്ടോ. മുന്നേ ഇങ്ങനെയല്ല ഈ ഗെയിം. ഇപ്പോൾ കുറച്ച് മാറിയുണ്ട് ഗെയിം. ഇതെല്ലാം പൊട്ടിച്ചിട്ട് കാണാം. നമ്മൾ ഫുള്ള് പൊട്ടിച്ച് അകത്തേറിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെയാണ് ബാക്കി കാര്യങ്ങൾ. ഇവിടെ സി ഡി നമുക്ക് എടുക്കണം. ഈ സി ഡി ഇതിലാണ് പാട്ട് കേൾക്കുക. ബേബി എടുക്കാം. എടുത്തിട്ട് അപ്പുറം പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മൾ സി ഡി എടുത്ത് പുറത്തെത്തിയിട്ടുണ്ട്. നമുക്ക് വേഗം പ്ലേ ചെയ്യാം. ബേബി ഇവിടെ വരും കേട്ടോ. കുറച്ച് നല്ല മ്യൂസിക് ആണ് കേട്ടോ. ഞാൻ താക്കോൽ വാങ്ങാം. മക്കളും കരയിലുണ്ട്. ഇതിനോ പ്രതികാരം എടുക്കും കേട്ടോ. കാരണം എനിക്ക് ഇഷ്ടമല്ല താക്കോൽ വാങ്ങി. നമുക്ക് എന്തെങ്കിലും നല്ല ഡാൻസ് ഉണ്ട് ഈ പ്രാവശ്യം. ഗൈസ്, എക്സിറ്റ് ഉണ്ട്. വേജല്ല. ഓക്കെ, എക്സിറ്റ് നിൽക്ക്. വേഗം കൊടുക്കും. രക്ഷപ്പെടാം. ഓ, ഫ്യൂസ് കട്ട്. എനിക്കറിയാം അവനെന്താ ചെയ്യേണ്ടതെന്ന്. ഇവിടെ ഒരു പവർ റൂം ഉണ്ട്. അടുത്തിട്ട് വേണം കേട്ടോ. ഇപ്പോൾ ഗൈസ്, നമ്മൾ ആ പവർ റൂമിലേക്ക് പോകാൻ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഡോർക്ക്. ഓക്കെ, ഇവിടെയാണ് പവർ റൂം. ഗൈസ്, ബേബി അല്ല കുത്തിക്കുന്നത്. ഓ ഗൈസ്, നമ്മൾ റാബിൻ്റെ കീറുന്നു കേട്ടോ. നീ ഗൈസ് നോക്കുന്നത് നോക്കുന്നത് കാണുന്ന പേടിയാണ്. എന്താടാ പ്രേതം എന്താണ് പറയുന്നത്. എൻ്റെ സ്വഭാവം കണ്ടു ഗൈസ്. നമുക്ക് പവർ റൂമിൽ എത്തിയിട്ട് കാണാം. ഗൈസ്, പവർ റൂം ആടെയുള്ളത്. നിങ്ങൾ വെറുതെ അങ്ങോട്ട് പോയി. ഓക്കെ, നമുക്ക് വേഗം തുറന്നിട്ട് വന്ന് പണി ചെയ്യാം. ഓക്കെ, വേഗം ലെറ്റ്സ് ഗോ. കൂട്ടി ഞാൻ തുടങ്ങില്ല. ഗൈസ്, റൂം മാറി കേട്ടോ. പണ്ട് ഇങ്ങനെയല്ല. നമുക്ക് എന്നാ ചെയ്യാനില്ല. ഓക്കെ, നീല ഫ്യൂസ് ഇവിടെ ഉണ്ട്. വേഗം എടുക്കാം. ഈ നീല ഫ്യൂസ് ഇവിടെ ഫിറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇവിടെ ഫിറ്റ് ചെയ്യാം. റെഡ് ഫ്യൂസ് വേണം. ഫ്യൂസ് ആയിട്ട് അവിടെ ഉണ്ടാകും കേട്ടോ. ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ ഉണ്ടെന്നറിയില്ല. എന്താണ് ഈ കോയിൻ? ഇവിടെ ഉണ്ട് കേട്ടോ സാധനം. ഓക്കെ, നമുക്ക് വേഗം എന്താണ് C2. ഓക്കെ, C2. ഓക്കെ, നിൽട്ട് വന്നു. നമുക്ക് വേഗം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഫിറ്റ് ചെയ്ത് കാണാം കേട്ടോ.
ശേഷം ഒരു ഫേസ് കിട്ടിയത് ഗൈസ് ആ ബേബി ആയിരുന്നു. ഇപ്പോൾ ചെയ്യേണ്ട മനസ്സിലായി പൊട്ടിച്ചാൽ കാരണം ഇങ്ങനെ എന്നാ ചെയ്യേണ്ടത് എനിക്കറിയാ. 43-17 അവിടെ കണ്ടോ, അവിടെ നമ്പർ ഉണ്ട് 43-17 ഉണ്ട്. നമുക്ക് ഈ ലോക്ക് അടിക്കണം കേട്ടോ. 43-17 4 3 1 ഓക്കെ എടുത്തു 7 ഓക്കെ വർക്ക്. ഓക്കെ ഗെയിം ഞാൻ മുന്നേ കളിച്ചിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. പോളാനുള്ളിൽ ചിലപ്പോൾ ദേഷ്യം പിടിച്ചിട്ടുണ്ടോ സംഭവത്തിൽ. അതിനെ കുറിച്ച് പൊട്ടിച്ചാണെന്നില്ല. ഓക്കെ നീരാടെ കൊണ്ട് ഫിറ്റ് ചെയ്യാം. ഇതാ ഇവിടെയാണ് നീര വെക്കേണ്ടത്. ഓക്കെ ഫിറ്റ് ചെയ്തു. പിന്നെ പവർ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് പോവാം. ഇത് കൂട്ടി ഓക്കെ ഇവിടെ എന്തോ ചെയ്യണം. ഓക്കെ എന്നാൽ ചെയ്യേണ്ടത് അറിയില്ല, നോക്കട്ടെ. ഓക്കെ കാശ് ഇവിടെ ലിവർ ഉണ്ട്, തിരിക്കണം. ഇപ്പോൾ ലിഫ്റ്റ് ഓൺ ചെയ്യുന്നുണ്ട്. ഇതേ പുറത്ത് പോവാം. ഈ റൂമടക്കം മാറി നോക്കിയിട്ടുണ്ട്. അവിടെ എനിക്ക് വെയിറ്റ് പിടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പണി കിട്ടും ഞാൻ പറഞ്ഞില്ലേ. എന്തെങ്കിലും പണി നമുക്ക് ചാൻസ് ഉണ്ട്. നോ എക്സ്കേപ്പ് മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതെനിക്ക് വള്ളിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്നാ ചെയ്യാമെന്നറിയില്ല. ലിഫ്റ്റ് ഉണ്ട് കേട്ടോ, റാബിറ്റ് ചെയ്ത് ഇവിടെ ട്രെയിൻ തുറക്ക്. ഓക്കെ ഗൈസ് ഇത് 24 നമുക്ക് വരുന്നത്. ഓ ഗൈസ് ബേബി പ്രേത ഇല്ലോന്ന് എൻ്റെ പറത്തോണേ മോൺസ്റ്റർ കണ്ടില്ല. താക്കലെടുത്ത് വേമ്പട്ടോ നോ എസ്കേപ്പിനെ ചെയ്തിട്ടുണ്ട്. ഞാൻ പോവും, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. തുറക്ക് എന്തിനാണ് വേണ്ടത്? പ്ലസ് പറഞ്ഞു. ഓ ഗായ് രക്ഷപ്പെട്ട ഓടിക്കുന്നു പണി കിട്ടും. ഓടും കാര്യം ഫോളോ ചെയ്യാം. ലിഫ്റ്റ് കിട്ടോ വേഗം കയറാം. ഓക്കെ ഗൈസ് വരുന്നുണ്ട് പാവമക്കളെ. എനിക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട് പിന്നെയും. ഓക്കെ ഗൈസ് ദ എക്സിറ്റ് എത്തി കേട്ടോ. നമുക്കിതാണ് കളിക്കേണ്ടത്. ഓക്കെ ഞാൻ പേടിച്ചൊന്നും പോയി പെട്ടെന്ന് ഇങ്ങനെ ഫെയറായിട്ട് വന്നേരാം. ഓക്കെ ലിഫ്റ്റ് തുറക്കട്ടെ, തുറയെ ലിഫ്റ്റ്. ഓക്കെ ഇതാ സ്ഥലം തന്നെയാണ്. ഇവിടെ ആ കീ ഉണ്ട് കേട്ടോ. നമുക്കൊരു പണിയുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു പണിയുണ്ട്, ഞാൻ കാണിച്ചാൽ എന്താണ്. ഓക്കെ നമുക്ക് ചെയ്യേണ്ടത് ഈ റൂം തുറന്നാൽ ലോക്കാണോ. ഓക്കെ ആയിട്ടില്ല, നമുക്ക് ലിഫ്റ്റ് ഒന്നും കൂടി കയറണം. ഓക്കെ ഇത് ടെക്നിക്കാണ്. ഇതിൽ വഴിയാണ് നമുക്ക് വേറെ ഡോർ വന്നിട്ട് എക്സിറ്റ് ചെയ്യുന്നത്. ഓക്കെ ലിഫ്റ്റ് മിന്നുന്നുണ്ട് കേട്ടോ. ലിഫ്റ്റ് വർക്കാവില്ല കാരണം അവൻ എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ചാവി പൊട്ടിപ്പോയി കേട്ടോ. ഓൺ സീനാക്കണം. നമുക്ക് ഇവിടെ ഒരു ചാവി ഉണ്ട് റൂമിൽ, എടുക്കാം നമുക്ക്. ഓക്കെ ഈ ചാവിയാണ് നമുക്ക് വേണ്ടത്. ലെറ്റ്സ് ഗോ. ഇവിടെ ഒരു റൂമുണ്ട്, അത് വെച്ച് തുറക്കണം. നമുക്ക് ആ ചാവി വേണം. അതിനായിട്ട് നമ്മൾ ഒന്നുകൂടി ലിഫ്റ്റ് കയറണം. അപ്പോൾ റെഡിയാവും. അപ്പോൾ വയസ്സ് കയറിയിട്ട് വേണം കേട്ടോ. അപ്പോൾ ഇതായത് ലിഫ്റ്റ് ഒന്നുകൂടി കയറിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ സാധാരണയായി അപ്പോൾ ഈ ചാവി ഒന്നും കേട്ടോ നല്ലതായി. നമുക്ക് പോയിട്ട് ആ ഡോർ നമുക്ക് രക്ഷപ്പെടാം. ഇങ്ങനെയാണ് ഈ കളി. ഇതെന്തോ ഒരു സംഭവമാണ്. ഇത് ഞാൻ ആദ്യം മനസ്സിലായിട്ടില്ല, പിന്നെ ആ കളിച്ച് ഞങ്ങൾക്ക് റെഡിയായി. എന്താണ് ഗുത്തപ്പിനാവോ പടുന്ന് വെച്ച സ്ഥലം ഇത്. നമുക്ക് കയറി പാടാം. എക്സിറ്റ് കാണുന്നുണ്ട്. ഈ പ്രാവശ്യം എന്താ പണി കിട്ടുമോ അറിയില്ല. നമുക്ക് അങ്ങ് എത്തിയിട്ട് കാണാം. പക്ഷേ ബേബിൻ്റെ ചിരിക്കുന്ന വെച്ചേക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ എന്തെങ്കിലും പണി നമുക്ക് തരാൻ ചാൻസ് ഉണ്ടെന്ന്. ഓക്കെ ഡോർ ഓപ്പൺ ആയി. ഒക്കെ ഡോർ കൂട്ടിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ലാഗ് അടിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇതുകൊണ്ടാണ് ബേബിയുടെ കസാലും കുത്തുന്നുണ്ട്. ഇനി നമുക്ക് നേരെ വേണം. നമ്മൾ പൊട്ടിത്തെക്കുന്നവൻ ഇവിടെ കുറച്ച് പണി ഉണ്ട്. ഇനി അല്ല നമുക്ക് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. കേസ് ഓന്താ പൊട്ടിത്തെക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. എല്ലാ ദിവസവും ലാഗ് അടിച്ച് കളിക്കുന്നത്. ഇനി ഡോർ നോക്കാം. ഇവിടെ തൊട്ടിലും ഇവിടെ കുട്ടീനെ കടത്താൻ പാടില്ല. ഇങ്ങനെയാണ്. നമുക്ക് ഇനിയും പോവാം. ആ ഡോറും പൂട്ടിയിട്ടുണ്ട്. നമുക്ക് അങ്ങ് എത്തിയിട്ട് കാണാം കേട്ടോ. ദിവസം ടി വിയിൽ വെച്ചിന്. നമ്മൾ ടി വിയിൽ നോക്കാൻ പാടില്ല തോന്നി. നോക്കിയാൽ നമ്മളെല്ലാം ലൂപ്പിൽ പെടും. അതാണ് തോന്നുന്നത്. കേസ് ആ ടി വി കാണണ്ട. നമുക്ക് ടി വി കാണണ്ട. എൻ്റെ ടി വി കൊണ്ടോ ബേബി. കേസ് ആ ടി വിയിൽ പെട്ടാൽ നമ്മളെ കണ്ണ് പോവും. ബേബിൻ്റെ ഷോ ആണ് എല്ലാ ടി വിയിലും. നമുക്കിത് മൈൻഡ് ചെയ്യണ്ട. നമുക്ക് നേരെ പോവാം. കേസ് നമ്മൾ പിന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു വലിയ ടി വി ഉണ്ടാകും. കേസ് ഈ കുട്ടീൻ്റെ തല ടി വിൻ്റെ ഉള്ളിലായി പോയിട്ടുണ്ട്. അത് നമ്മൾ നോക്കാൻ പാടില്ല. നമുക്ക് കൊണ്ടിട്ട് പോകണം. പിന്നീട് അടഞ്ഞു നമുക്ക് അങ്ങെത്തിരി കാണാം കേട്ടോ. കൈസ ബേബി കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കസാലം കുത്തുന്നുണ്ട്. ഈ പ്രാവശ്യം പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതുണ്ട് ഗൈസ് ഫ്ലാറ്റ് ചെന്നിനുണ്ട്. നമുക്ക് എന്തെങ്കിലും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ എന്തെങ്കിലും പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഗൈസ്. എന്താണെന്ന് അറിയില്ല. ഗൈസ് എന്തായാലും ഇത് എക്സിറ്റ് കുറച്ചങ്ങോട്ട് എത്തിയിട്ട് കാണാം കേട്ടോ. ഗൈസ് ആ ബേബി നമ്മളെ എറിയുന്നുണ്ട് കേട്ടോ. നമ്മൾ പോകാൻ ശ്രമിക്കില്ല. അവന് എന്താണ് ചെയ്യേണ്ടത്? നമ്മളെ പിടിച്ച് എറിയോ എറിഞ്ഞിട്ടുണ്ട്. എക്സിറ്റ് ചെയ്യാൻ സമയക്കുമല്ലോ. ഞാൻ പോവാൻ എനിക്ക് എന്താണ് ഇതാണ് നമുക്ക് പറയേണ്ടത്. എവിടെയാണ് പ്രധാന കളി? കാരണം ഇവിടെ കുറച്ച് ഡേഞ്ചറാണ്. ഓക്കെ കാരണം ഗൈസ് ഫോട്ടോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സിമ്പിൾ കാണിക്കും. അത് നമ്മൾ ഇതാക്കണം തോന്നുന്നു. ഓക്കെ ഗൈസ് ഇവിടെ എക്സിറ്റ് ഉണ്ട്. തുറക്ക് ലോക്ക് ചെയ്തു. അടിപൊളി. എനിക്കങ്ങനെ പോകാമെന്നറിയില്ല. ഗൈസ് ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ടാരോ. നമുക്ക് മൈൻഡ് ചെയ്യണ്ട.
എന്തോ ഒരു കളിയാണിത് ഫ്ലാറ്റ് കളിക്കുന്നത്. ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഓക്കെ കേസ് ഇവിടെ തുറന്നു. നമുക്ക് അങ്ങോട്ട് എത്തിയിട്ട് കാണാം കേട്ടോ. കേസ് ഇവിടെ ബേബിൻ്റെ വലിയ ഫോട്ടോ ഒക്കെ അതൊന്നും മൈൻഡ് ചെയ്യണം. നമുക്ക് പോകാൻ നിൽക്കാം. എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ട് എത്തിയിട്ട് കാണാം. ഓക്കെ കേസ് എന്തൊക്കെ ആരില്ലെന്നല്ലോ പറയുന്നുണ്ട്. ഇങ്ങോട്ടല്ല ഇങ്ങോട്ട് തന്നെയാണോ? ഇങ്ങോട്ട് തന്നെയാണ്. ഇങ്ങോട്ട് പോവാം. എന്തെങ്കിലും പണി കിട്ടുമെന്ന് നമുക്ക് പേടിയുണ്ട് കേട്ടോ. കേസ് നമ്മൾ വന്ന വഴി തന്നെയാണ് പിന്നെയും വരുന്നതെന്ന് തോന്നുന്നു. ഇതുണ്ടോ കേസ് വന്ന വഴി തന്നെ വരുന്നത് പിന്നെയും. ഓക്കെ ഇവിടെ എന്തോ ചെയ്യാനുണ്ട്. കണ്ടോ വന്ന വഴി തന്നെ വരുന്നുണ്ട്. ഇതാടന്ന് ഇവിടെ തുറന്നു. ഇങ്ങോട്ട് എടുത്തിട്ട് കാണട്ടെ. വെറുതെ ടൈം പോകും. ഗൈസ് ഇവിടെ ഇരുന്ന് കയറേണ്ടത് ഞാൻ മാറിപ്പോയി. ഓക്കെ ഇങ്ങോട്ട് ഇവിടെ ഡോറൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അല്ല കുഞ്ഞ് ബേബിൻ്റെ ഗൈസ് ബേബിയിലിത് ഗൈസ് ഇവിടെ എന്തെങ്കിലും പണി കിട്ടും. ഇവിടെ എന്തെങ്കിലും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഗൈസ് പേടിപ്പിച്ചോ കൊള്ളേ കിടക്കിയതേ പോലെ വരും പ്രായത്തിനെ പോലെ. ആ നമ്മളെ സ്ഥലമല്ലേ എനിക്ക് മനസ്സിലായി. എങ്ങനെ എടുക്കുക സാധനത്തിനാ. ഓക്കെ ഈ ഗെയിം മുന്നേ കളിച്ചുകൊണ്ട് എനിക്ക് നല്ലോണം ഓർമ്മയുണ്ട്. അത് കുഴപ്പമില്ല. ഈ ബേബിനെ കുറിച്ച് ചേർന്ന് അവിടെ വലിയൊരു പാലം വരും. അതായിരിക്കും എറിഞ്ഞിട്ടുണ്ട്. ഇതാ പോകുന്നു. വലിയ പാലം വരുന്നുണ്ട്. റൂമൊക്കെയുണ്ട്. അങ്ങനെ പാലം അടിയിൽ വരുന്നു. അപ്പോൾ പാലം വന്നത് നമുക്ക് എങ്ങനെ പോവാം. ഓ പിന്നെ നമുക്ക് പാലം കേട്ടിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ ഈ ബേബീനോട് പ്രശ്നത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്തായാലും അങ്ങോട്ട് എത്തിയിട്ട് കാണാമല്ലോ. ടൈം വെറുതെ വേസ്റ്റ് ആവും. റാബിറ്റ് അങ്ങ് പോയിട്ടുണ്ട്. ഓ ഗൈസ് ഇതാരാ ഇത്? ഗൈസ് എന്തോ ഒരു രൂപം അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. വേറെ എന്തോ ഇത് കാണിക്കും ചിലപ്പോൾ. സിമ്പൽ നോക്കട്ടെ കേട്ടോ. ഗൈസ് ഈ സിമ്പൽ നമ്മൾ ഓർത്ത് വെക്കണം. സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു വര. ഓക്കെ എവിടെയാണ് പ്രധാന കളി ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ അങ്ങോട്ട് പോവാം. ഇവിടെ ഒരു സിമ്പിൾ ഉണ്ടാവും. നമ്മൾ ഓർത്ത് വെക്കണം. ഇങ്ങനെ ഓരോ സിമ്പിൾ നമ്മൾ ഓർത്ത് വെക്കണം. ഇവിടെ എക്സിറ്റ് ഉണ്ട്. ഓ പ്രേതം എൻ്റെ മോനെ പ്രേതം വന്നു. ഇവിടെ സിമ്പിൾ ഉണ്ടാവില്ല. നോക്കി വെക്കാം. അങ്ങനെ പണി നമുക്ക് തന്നെ കിട്ടും. സീഡ് മീനൊക്കെ എഴുതി വെക്കുന്നുണ്ട്. ഇങ്ങോട്ട് ഇതാ വരുന്നുണ്ട് കേട്ടോ സാധനം. സിങ്ങൊന്നും വരുന്നില്ല. ഓ എന്താ ചെയ്യാന്നറിയില്ല. നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്നറിയില്ല. കേസ് ഇവിടെ സിമ്പിളിൻ്റെ ഓർത്തിരുന്നു ഞാൻ. പക്ഷേ ഏതെങ്കിലും ഉണ്ടാ ഇതന്നെ. വേഗത്ത് ഇങ്ങോട്ട് തന്നെയാണോ അറിയില്ല. അവരൊക്കെ പോകുന്നുണ്ട് കേട്ടോ. കേസ് നമ്മളെ പിടിച്ച് ഗുഡ്നായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ സാധനം. നമുക്ക് ഒന്നുകൂടി നോക്കാം. അത് നമ്മൾ ഓർത്തിട്ടില്ല കേട്ടോ. കേസ് ഒരു കുട പോലത്തെ സാധനമാണ്. നമുക്ക് ഓർത്ത് വെക്കാം. ഇതൊരു കുട പോലത്തെ സാധനമാണ്. ഓക്കെ അത് ഓർത്ത് ഇതൊരു കുട പോലത്തെ സാധനമാണ്. അതാ ആരും കേട്ടോ സാധനം. ഒരു കുട പോലത്തെ സാധനമാണ്. ഇത് ഓർത്ത് വെച്ചോ. ഓക്കെ ആ കുടയുടെ നമുക്ക് അവിടെ വേണ്ടിയാണ്. വേഗം വിട്ടോ പണി കിട്ടും. വേഗം വിട്ടോ. ഓക്കെ എക്സിറ്റ് കാണിക്കുന്നുണ്ട്. വേഗം ഓക്കെ നമ്മളെവിടെയോ കയറിയിരുന്നു കേട്ടോ. ഓക്കെ ഇവിടെ ഒരു വഴി നമുക്ക് ഇവിടെ പോവാം. ഓ ബേബീനെ ഒന്ന് ചെയ്യേണ്ടത് ഗൈസ്. നിങ്ങൾ പറ ഗൈസ് എന്താണ് ചെയ്യേണ്ട സാധനത്തിന്. ഓക്കെ നമുക്ക് അങ്ങോട്ട് കാണാം. ഓ എവിടെയൊക്കെ പോയി ഇരുന്നത്. ഓക്കെ ഇവിടെ ബേബി ചിലപ്പം വരും. ഓക്കെ ആ ബേബി വന്നാൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഇവിടെയാണ് ശരിയായി എക്സിറ്റ് കിടക്കുന്നത്. അതാണ് എക്സിറ്റ് കേട്ടോ. നമ്മളെ റാബിറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ എക്സിറ്റ് ഉണ്ട്. വേഗം കയറാൻ നോക്കി. നമുക്ക് മനസ്സിലായി. വൈറ്റ് റാബിറ്റിനെ ഫോളോ ചെയ്ത് പോയാൽ മതി. ഓക്കെ വൈറ്റ് റാബിറ്റാണ് നമ്മൾ രക്ഷ കേട്ടോ. രക്ഷയിൽ വൈറ്റ് റാബിറ്റാണ്. ഇതിനെ ഫോളോ ചെയ്താൽ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. കേൾക്കാൻ ട്രെയിനൊക്കെ വരുന്നു കേട്ടോ. അതൊന്നും സീനില്ല. നമുക്ക് ഏതെല്ലാം പോവാം. പക്ഷേ അവിടെ എക്സിറ്റ് കാണുന്നുണ്ട്. വേഗം ചെല്ലി. ഇവിടെ കുറേ പാലം നോക്കിയതാണ്. ഡാഡി ബാക്കിലുണ്ട്. നമ്മൾ ഒറ്റ ബാക്കിലുണ്ട്. ഓക്കെ ഫൈനലി നമ്മൾ രക്ഷപ്പെട്ടു തോന്നുന്നു. ഓക്കെ ഗൈസ് ദ ലിറ്റിൽ റാബിറ്റ് വിൽ ബി ഡോണ്ട് ഓൾ അങ്ങനെ എന്തൊക്കെ ഇതുണ്ട്. ഓക്കെ ഗൈസ് നമ്മളങ്ങനെ ജയിച്ചു. ഓ എന്തോ ഒരു ഇതന്നെയാണ് ഗൈസ്. ഇപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ആക്ട് 3 ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ആക്ട് 3 ഉണ്ട്. നമുക്കൊരു പാർട്ടായിട്ട് കളിക്കാം എന്തായാലും. അപ്പം ലോഡിങ് ഉണ്ട്. ഇതുണ്ടോ ആക്ട് 3 നമുക്ക് കളിക്കാം കേട്ടോ. ഒരു പാർട്ടായിട്ട് അടുത്ത പാർട്ട് കളിക്കാം. അപ്പോൾ ഗൈസ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാനൊരു പുതിയൊരു ടെനി വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.